സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ ജീവനക്കാരുടെ സമരം 4ാം ഘട്ടത്തിലേക്ക്. അവകാശ സമരത്തിന് നേരെ കണ്ണടച്ച സർക്കാരിന് മുന്നിൽ മുടിമുറിച്ച് പ്രതിഷേധിക്കാനൊരുങ്ങിയാണ് ആശമാർ. രാപ്പകൽ സമരം 50ാം ദിവസം തികയുന്ന തിങ്കളാഴ്ചയാണ് ആശമാർ മുടിമുറിച്ച് പ്രതിഷേധിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേർന്നുണ്ട്. രശ്മി, വളരെ നാളുകളായി തുടരുന്ന ഒരു സമരം, ഒരുപക്ഷെ സമരം ഓരോ ഘട്ടത്തിലേക്ക് മാറുമ്പോഴും ആ ഒരു സമരത്തിൻ്റെയൊക്കെ ആ ഒരു പ്രതിഷേധ ചൂട് കനക്കുകയല്ലേ? അങ്ങനെ തന്നെയാണ് വിഷ്ണു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശമാരുടെ സമരം ഇന്ന് 48ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നവരുടെ നിരാഹാര സമരം ഇന്ന് 10ാം ദിവസമാണ്. ഈ സമരം 50ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മുടി മുറിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം നടത്താനാണ് ആശമാരുടെ തീരുമാനം. ഈ മുടി മുറിച്ച് നിങ്ങൾ സമരം ചെയ്യുകയാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് സമരം ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അത്ര ഒരു തീരുമാനത്തിലേക്ക്? അത്തരം ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 48 ദിവസമായി. ഇന്ന് നിരാഹാരം തുടങ്ങിയിട്ട് 10 ദിവസമായി. നമ്മൾക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ കഴിയുന്ന എല്ലാ ആളുകളോടും പറഞ്ഞിട്ടാണ് നമ്മൾ സമരം തുടങ്ങിയത്. സമരം ഒത്തുതീർപ്പാകാതെ വന്ന അവസരത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക്, ഇവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷന്, ഗവർണർക്കടക്കം നമ്മൾ ഈ സമരം സെറ്റിൽ ചെയ്യാനുള്ള ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം കൊടുത്തു. അതൊന്നും ഫലം കണ്ടില്ല എന്നുള്ളൊരു ഘട്ടത്തിലാണ് നമ്മൾ നിരാഹാരം തുടങ്ങിയത്. നിരാഹാരം തുടങ്ങിയത് 10 ദിവസമായിട്ടും യാതൊരു തരത്തിലുമുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. അവർ നിരന്തരമായി അവഹേളിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ വിജയരാഘവൻ ഉൾപ്പെടെ പറഞ്ഞത് കേട്ട് കാണുമല്ലോ. അതൊന്നും വിഷയമേ അല്ല. അതവർ അവരുടേതായ രീതിയിൽ നടത്തിക്കോട്ടെ. അതിനകത്ത് നമ്മൾ കരുതാതെ അവർ പാർട്ടി നേതാക്കന്മാരല്ലേ. നമ്മൾ സർക്കാരിനോടല്ലേ ആവശ്യപ്പെടുന്നത്. സർക്കാരാണ് നിലപാടെടുക്കേണ്ടത്. അപ്പോൾ അത് വീണ്ടും 10 ദിവസം ആയിട്ടും യാതൊരു തരത്തിലുള്ള ഇത് ഒത്തുതീർപ്പാക്കുന്നതിനുള്ള ഒരു നടപടി എടുക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ, അതൊരു കടുത്ത തീരുമാനമാണ്. മുടി മുറിക്കുക എന്ന് പറയുന്നത്, അത് മുടി ഒരു സമരായുധം തന്നെയാണ്. അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് സർക്കാർ ഇതിനകത്ത് നമ്മൾ സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടില്ല. വളരെ സമാധാനപരമായിട്ടാണ് ഈ 48ാമത്തെ ദിവസവും ഞങ്ങൾ ഇവിടെ സമരം നടത്തുന്നത്. ഞങ്ങൾ ഉപരോധമടക്കമുള്ള സമര പരിപാടികൾ എടുത്തിട്ട് പോലും വളരെ സമാധാനപരമായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ അത് മുഖവിലേക്ക് എടുക്കാൻ എന്താണ് സർക്കാരിന് കഴിയാൻ പറ്റാത്തത്? നമ്മൾ എന്തെങ്കിലും വലിയ മഹാപാതകം ചെയ്തോ? നമ്മൾക്ക് ഈ 232 രൂപയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. അത് കൂട്ടിത്തരണമെന്നല്ലേ നമ്മൾ ആവശ്യപ്പെട്ടത്. 232 രൂപയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്രത്തോളം ദിവസമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തിയിട്ടും അതിലൊരു ഇടപെടൽ നടത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളത് അവരുടെ മുടി തന്നെയാണ്. അപ്പോൾ ആ മുടി മുറിക്കാൻ ആശമാർ തയ്യാറാവുകയാണ്. അത് മുടി മുറിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. എത്ര ദിവസം കഴിഞ്ഞാലും മരണം വരെയും സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യും എന്നുള്ളതാണ് അവർ പറയുന്നത്. അവരുടെ ഓണററിയും വർദ്ധിപ്പിക്കുക, അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ, ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ ഈ ആശമാർ സമരം ചെയ്യുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ കടുക്കും, കൂടുതൽ ശക്തമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിഷ്ണു. ശരി, രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.